ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ അച്ഛൻ ഇപ്പോൾ റിട്ടയേർഡായി. അപ്പം അച്ഛൻ ഇപ്പോൾ ഫുള്ള് കുക്കിങ്ങും കൃഷിയും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പം അച്ഛൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അച്ഛൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അച്ഛൻ ചക്ക വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല ടേസ്റ്റുള്ള ചക്കയാണ് ഇത്. ഉണ്ടാക്കുന്ന വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ മറന്നു പോയതാണ്. കണ്ടില്ലേ, നല്ല രസത്തില് കാണുമ്പോ ഒരു എന്താ പറയാ, ഒരു കേക്കിന്റെ ഒക്കെ ബാറ്റർ ഉണ്ടാക്കുന്ന മാതിരി ഉണ്ട്. നല്ല രസമുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ചക്ക വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ പ്ലാവുണ്ട്. നല്ല ക്രീമി ആയിട്ട് ഉണ്ടാക്കുകയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഒട്ടുമിക്ക ആൾക്കാർക്കും. നെയ്യ് ഒഴിക്കുക. അച്ഛൻ പറഞ്ഞോ, ചക്ക നമ്മുടെ സർവദേശീയ അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പഴവർഗ്ഗങ്ങളിൽ പെട്ട ഒന്നാണ്. ചക്കയുടെ ഗുണഗണങ്ങൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏറെ സമയമെടുക്കും. ഇപ്പോൾ ചക്ക ഞാൻ വരട്ടാൻ തുടങ്ങുന്നത് എന്താ വെച്ചാൽ, ചക്ക ധാരാളമായിട്ട് വരിക്കച്ചക്കയുണ്ട്, കുഴച്ചക്കയുണ്ട്. ഇപ്പോൾ വരിക്കച്ചക്ക ഇങ്ങനെ പക്ഷികളും മൃഗങ്ങൾക്ക് കൊത്തി തിന്നുന്നു. അപ്പോൾ കുറച്ച് നമ്മുടെ കുട്ടികൾക്കായി പ്രിസർവ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്നലെ ഒരു ചക്ക, ഒരു നല്ലൊരു വരിക്കച്ചക്ക എടുത്തു. അതിൻ്റെ ചുളയെല്ലാം പറിച്ചു, മിക്സിയിലിട്ട് നന്നായി അടിച്ചു. അതിൻ്റെ ചക്ക മിക്സിയിലിട്ട് അടിച്ച ഗ്രേവി കംപ്ലീറ്റ് നമ്മുടെ ഒരു പാനിലേക്ക് ഒഴിച്ച് നെയ്യ് ഒഴിച്ച് ഇങ്ങനെ വരട്ടിക്കൊണ്ടിരിക്കുക. അതിലേക്ക് ഒരു 300 ഗ്രാം ശർക്കര ചേർത്തിട്ടുണ്ട്. അപ്പം ചക്ക ഇങ്ങനെ നല്ല, നമുക്ക് എത്ര കാലം വേണേൽ പ്രിസർവ് ചെയ്ത് വെക്കാം. നല്ല ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ നിൽക്കും. ഒരു വർഷത്തേക്കൊന്നും നിൽക്കില്ല, കാരണം നമ്മളിത് ജാമായിട്ടും ചപ്പാത്തിയിലേക്കും ദോശയിലേക്കൊക്കെ എടുത്ത് തീരും. പിന്നെ നമ്മൾ കുമ്പളപ്പം ചുടും, പിന്നെ ചക്ക അട ചുടും. അപ്പം ഇത് ഒരു മാസം കൊണ്ട് തന്നെ തീരും. അപ്പം 2 ചക്കയും കൂടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ. ചക്ക ചുള വരയ്ക്കണം. ആ ചുള വരച്ച അതിൻ്റെ ചവണിയും അതിൻ്റെ ചക്കക്കുരു എല്ലാം റിമൂവ് ചെയ്ത് ഒരു ടുഡിയസ് പ്രോസസ്സാണ്. അപ്പം അധ്വാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിഭവങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റും. എൻ്റെ മോൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ് ചക്ക. അപ്പം മോൾക്ക് ചക്ക കൊണ്ടുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതായത് ചക്ക കുമ്പളപ്പം, ചക്ക ഇഡ്ഡലി, ചക്ക പായസം, ഇങ്ങനെ നിരവധി പ്രോഡക്റ്റുകൾ, നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ചക്ക നമ്മുടെ ഒരു ദേശീയ പഴം അല്ലേ, സംസ്ഥാന പഴമാണ് ആക്കി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത്. എത്രയോ ചക്കകളും നമ്മൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം കാർഷിക സമൃദ്ധിയുള്ള ഒരു കേരളം, നമ്മുടെ ഓരോ വിഭവങ്ങളും നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം. അപ്പം വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട് നമുക്ക് മാറ്റാൻ കഴിയണം. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്ത് വെച്ചിട്ട്, നമുക്ക് പണ്ട് പറയില്ലേ, ആപത്ത് കാലത്ത് കാപത്ത് നട്ടാൽ അല്ലേ, സമ്പത്ത് കാലത്ത് കാപത്ത് നട്ടാൽ ആപത്ത് കാലത്ത് കാപറിച്ചുണ്ണാം എന്ന് പറഞ്ഞ പോലെ നമ്മളിത് ഉണ്ടാക്കി കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി.
ഇതുപോലെ മാങ്ങ ഓക്കെ, താങ്ക് യു. ഇതേപോലെ നമുക്ക് ധാരാളമായിട്ട് കിട്ടുന്ന സമയമാണ്. വീട്ടിൽ ധാരാളം മാങ്ങ ഉണ്ട്. അപ്പോൾ നമ്മൾ കൊട്ടക്കണക്കിന് മാങ്ങകൾ അയൽ വീട്ടുകളിലേക്ക് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാങ്ങ ബാക്കിയുണ്ട്. അപ്പോൾ ആ മാങ്ങ കൊണ്ട് നമ്മൾ നല്ല ഒരു ജാം ഉണ്ടാക്കിയിട്ട് വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. അത് വീഡിയോയിൽ വരും. ഓക്കെ, താങ്ക് യു.